നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു അഭിവൃദ്ധിയില്ല. ഒന്ന് ചെയ്ത് നോക്കി പരാജയപ്പെട്ടു, വീണ്ടും ചെയ്ത് നോക്കി പരാജയപ്പെട്ടു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഞാനൊരു കൺസൾട്ടിങ്ങിനായിട്ട് ഹരിപ്പാട് പോയിട്ടുണ്ടായിരുന്നു. ഹരിപ്പാട് പോയപ്പോഴത്തേക്ക് ഗൃഹനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത പരിപാടികളില്ല. പക്ഷെ അതെല്ലാം ഒന്നിനു മീതെ പരാജയത്തിലേക്കാണ് വന്ന് പെട്ടിട്ടുള്ളത്. അവസാനം ഒരറ്റ കൈ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ച് കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കുറച്ച് റെമഡികളും പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ ഞാൻ അവിടെ പോയിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാം പരീക്ഷിച്ച് നോക്കിയ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു കൺസൾട്ടിങ് എടുത്താൽ മതിയാവും. ആദ്യം വീടും പരിസരവും പൂർണ്ണമായി ഒന്ന് വൃത്തിയാക്കുക. അത് ഫസ്റ്റ്. എന്നിട്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഓരോ ഫർണിച്ചർ കിടക്കുന്ന സ്ഥലങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി അതിൻ്റെ അടിയിലുള്ള വേസ്റ്റുകളും ചപ്പുകളും ചവറുകളും എല്ലാം വാരി മാറ്റി വീട് പൂർണ്ണമായി വൃത്തിയാക്കുക. ആവശ്യമില്ലാത്ത സകല സാധനങ്ങളും വാരി പുറത്ത് കളയുക. വീടിൻ്റെ അകവും പുറവും പൂർണ്ണമായി വൃത്തിയാക്കുക. അടുത്തത്, വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു നിലവിലുള്ള വസ്തുവിൽ ഏറ്റവും ഉയർത്തി അവിടെ ഇടുക. ഒന്നുമില്ലെങ്കിൽ ഒരു 5 കൂട്ടം മണ്ണെങ്കിലും ആ മൂലയിലിട്ട് കന്നിമൂല ഒന്ന് ഉയർത്തുക. തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും മതിലില്ലെങ്കിൽ ഒരു ഷീറ്റെങ്കിലും വാങ്ങിച്ചിട്ട് ആ 2 സൈഡ് നിങ്ങളൊന്ന് മറയ്ക്കുക. അപ്പം കന്നിമൂല ഒന്ന് ഉയർത്തുക, തെക്കും പടിഞ്ഞാറും നിങ്ങളൊന്ന് മറയ്ക്കുക, വീട് മൊത്തവും വൃത്തിയാക്കുക. വീടിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു 6 റോഡ് വിൻചയം, അധികം പൈസയൊന്നും ആവൂല, ഒരു 6 റോഡ് വിൻചയം വാങ്ങിച്ചൊന്ന് ഹാങ് ചെയ്യുക. നിങ്ങളുടെ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം പൂർണ്ണമായും വൃത്തിയാക്കുക. നിങ്ങൾക്ക് ആ ഭാഗത്ത് ഒരു കിണറുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. വടക്ക് കിഴക്ക് ഭാഗം പൂർണ്ണമായും വൃത്തിയാക്കുക. അത് കഴിഞ്ഞിട്ട് വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് തീയിടുക. എന്നിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്കേ മൂലയിൽ ഒരു ലക്കി ബാമ്പുവിൻ്റെ ചെടി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു മാറ്റം അറിയാൻ പറ്റും. പിന്നെ വളരെ ചെലവ് കുറഞ്ഞിട്ട് കിട്ടുന്ന ഒരു 4 അനിമൽസ് ഉണ്ട് ഫംഗ്ഷനിൽ. അത് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ 4 ദിക്കുകളിലായിട്ട് ഇതൊന്ന് സൂക്ഷിക്കാം. ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ, വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ, നോർത്തിൽ ടോർട്ടോയിസ്, സൗത്തിൽ ഒരു ഫീനിക്സ് ബേർഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഇതൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഈ ഫംഗ്ഷനിലെ ചില ടൂളുകൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ 4 ടൂളുകൾ എന്ന് പറയുന്നത്, 1 ഈസ്റ്റിലെ ഗ്രീൻ ഡ്രാഗൺ ഇതാണ്, 2 അതിൻ്റെ ഓപ്പോസിറ്റ് വെസ്റ്റിൽ വെക്കേണ്ട വൈറ്റ് ടൈഗർ ഇതാണ്, സൗത്തിൽ വെക്കേണ്ട ഫീനിക്സ് ബേർഡ് ഇതാണ്, നോർത്തിൽ വെക്കേണ്ട ടോർട്ടോയിസ് ഇതാണ്. ഇത് 4 ദിക്കുകളിലായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ചു വയ്ക്കാം. ഇതിനോടൊപ്പം നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കാനല്ല പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആവുന്ന അനുസരിച്ചിട്ട് ഫംഗ്ഷയുടെ പല ടൂളുകളും നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ച് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.